ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല, മനസ്സിലായ? എന്റെ ആശാനെ പോലെ ഒരാള് വെറൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു പറയുമ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും അല്ല. എടാ, നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നണതാ, മറ്റുള്ളവർക്ക് അത് തോന്നണമെന്നുണ്ടോ? മറ്റുള്ളവർക്ക് മുമ്പിലേ ഞാൻ പറഞ്ഞ 4ാം ക്ലാസ് മുസ്തിയാ. എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ജോലി തന്നെ വലിയ മഹാഭാഗ്യം എന്ന് കരുതിയാ മതി. ആശാനെ, അതൊക്കെ ശരി തന്നെ. ആശാൻ ഒരു ലോറി വാങ്ങിച്ച ആ ലോറിയെ ഓടിക്കുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. സ്വന്തം ലോറിയല്ലേ, എത്രയോ മുതലാളിമാർ അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഇത് വല്ലവർക്കും വേണ്ടി മണ്ണടിക്കാനും തടിയെടുക്കാനും പോവാന്ന് വെച്ചാ ഒന്നുമല്ലല്ലോ. ആശാൻ കലക്ടറിന്റെ ഭർത്താവല്ലേ. ഏട്ടനെ പോലെ ആശാൻ ഓർത്തില്ലല്ലോ. നിർത്ത്. എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട് കേട്ടാ. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഭാര്യ തന്നെയാ. അതുകൊണ്ട് നീ അത് കളാ, അവൾ അറിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. എടാ കമല, എന്നെ പോലുള്ളവന് ഈ കോട്ടും സൂട്ടിട്ടുള്ള ജോലിയൊന്നും കിട്ടില്ല. എടാ, ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിച്ചവനെ മാർക്കറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിലേ 2 കാര്യങ്ങൾക്കായിട്ട് നടക്കണം. ഒന്ന് കല്യാണം, മറ്റൊന്നേ ഇതുപോലെ ജോലി തേടി നടക്കുക. 2 പഠിപ്പ് വലിയൊരു പ്രശ്നമാണ്. കല്യാണം പിന്നെ എങ്ങനെയാ നടന്നത് എനിക്കറിയാം, അതുകൊണ്ട് അതെങ്ങനെയൊക്കെ പോയി. പക്ഷെ ഇതെന്നെ അങ്ങ് വട്ടം കയറി പിടിച്ചു. അതിൽ നിന്നുള്ള രക്ഷനാണ് ഈ ഡ്രൈവർ പണി. എന്നാലും ഈ ലോറി നിർത്ത്. നീ ഇനിയിപ്പോ എന്തൊക്കെ പറയാലും ഞാൻ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിലൊരു മാറ്റമൊന്നുമില്ല. ആശാനെ, എന്നാലും ഇത് ഒരെന്നാലും ഇല്ല. എടാ, പണ്ടത്തെ കാലമൊന്നുമല്ല. നേരത്തെ നമ്മള് ഗുണ്ടാപ്പിരി വാർത്തണം വലിയ കാശ് പിടിക്കാനും തിണ്ണമ്മൾക്ക് കാണിച്ചു തരുന്ന പോലെ ഇനി നടക്കാൻ പറ്റില്ല. അതേ, പണ്ടത്തെ ചോരത്തിളപ്പിന്റെ പ്രായമൊക്കെ മാറി കേട്ടാ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഈ നാടൻ തല്ലുകൊണ്ടേ ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ പരിപ്പെടുത്ത് കളയും. പിന്നെ ജീവിക്കാനായിട്ട് ഇങ്ങനെ പല വേഷം കെട്ടേണ്ടി വരൂടാ. അതിലൊരു വേഷം ഇത്. അങ്ങനെയും കരുതിയാ മതി. എന്നാ പിന്നെ പോയാലോ? എങ്ങോട്ട്? എടാ പൊട്ട, എനിക്ക് ജോലി കിട്ടിയ ചെലവ് വേണ്ടേ? എന്നാലും ആശാനെ, അത്രയും വലിയ വീട്ടിൽ കഴിഞ്ഞ സത്യമ്മയുടെ മകൻ. എടാ, സത്യഭാമയുടെ മകനായതുകൊണ്ടാ അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ കഴിയണമെന്നുള്ള ചിന്ത ഉണ്ടായത്. മുമ്പ് വാടക വീട്ടിൽ കഴിഞ്ഞതും മരമില്ല് പണിക്ക് പോയതൊന്നും നീ മറന്നു കാണാൻ വഴിയില്ലല്ലോ. അതൊക്കെ ഓർമ്മയുണ്ട്. ആ, എന്നാ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ ഡ്രൈവർ, നീ എന്റെ ശിഷ്യൻ. പുതിയ രൂപം, പുതിയ ഭാവം. നമ്മൾ തുടങ്ങാടാ ഒരു നല്ല പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ. എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുന്നാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാര കേന്ദ്രമാക്കും, അല്ലെങ്കിൽ ഇത് വ്യഭിചാരശാലയാക്കും.